ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരു മലയാളിക്ക് ജാലിയൻവാല ബാഗ് കേസിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ്. പിന്നെ കേരളത്തെ കാണിച്ചിരിക്കുന്ന അത്ര ശരിയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളമൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷ് നമ്മളെ ഇന്ത്യക്കാരോട് ചെയ്തിരിക്കുന്നതിൻ്റെ അത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു Kesari 1 also was good, and it was an interesting movie. I think people should see such movies and think what is the history of India and understand. It was good. कि ब्रिटिश के साथ हमारे इंडियन के साथ कैसा कैसा सुलूक हुआ था, उसके बारे में देख के बहुत अच्छा लगा. बहुत अच्छी मूवी है. मतलब हम लोग को पता चला कि जो जलियांवाला बाग के दिन क्या क्या हुआ, वो क्या नहीं हुआ, उसके बारे में हमको भी अभी मालूम पड़ा. सुना तो था कि जलियांवाला बाग में ऐसा कुछ चला था कि ब्रिटिश के साथ हमारे इंडियन के साथ कैसा कैसा सुलूक हुआ था. उसके बारे में देख के बहुत अच्छा लगा. अच्छी मूवी है. अक्षय कुमार की भी एक्टिंग अच्छी थी, आर महादेवन की भी अच्छी थी, सब लोग की एक्टिंग अच्छी है. मतलब मूवी बहुत सेटिस्फाई, बहुत अच्छा लगा, बहुत पसंद आया. सब अच्छा है, मेकिंग और सब कुछ बहुत बढ़िया एकदम. मतलब दिल में सुकून मिलता है जब मूवी देख के. ऐसा लगता है कि हाँ, हम लोग उसके अंदर फील हो रहे हैं. उस हिसाब से बहुत अच्छी लगी मुझे. मेकिंग तो बहुत अच्छी है, साउंड बैकग्राउंड वगैरह सब कुछ अच्छा था. बहुत थैंक यू. കേസരി വളരെയധികം ഇഷ്ടപ്പെട്ടു. ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരു മലയാളിക്ക് ജാലിയൻവാല ബാഗ് കേസിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് സിനിമ. അപ്പം ഫിക്ഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ചരിത്രവും ഫിക്ഷണലും കൂടെ ഇടകലർത്തിയാണ് എടുത്തിരിക്കുന്നത്. കുറേയധികം എലിവേറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഗൂസ്ബംസ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തെ കാണിച്ചിരിക്കുന്ന അത്ര ശരിയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളമൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്ന മലയാളം. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ കഥകളിയാണെന്നുള്ള രീതിയിലുള്ള റെപ്രസെൻറ്റേഷനൊക്കെയാണ്. ചരിത്രത്തെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് സർദാർ ഉദ്ധം പോലൊക്കെ ഒരു ആൻറ്റി ബ്രിട്ടീഷ്, ആൻറ്റി കൊളോണിയലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് പറയുന്ന സിനിമയാണ്. നല്ല 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 സിനിമയാണ്. അധികം ആളുകളില്ലായിരുന്നു കാണാൻ. കുറച്ചുകൂടി ആളുകൾ ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. നല്ല സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ലൈറ്റിങ്ങും, പ്രത്യേകിച്ച് ലൈറ്റിങ്ങൊക്കെ പറയേണ്ടതാണ്. പഴയ കാലത്തെ ആ ഒരു ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വരുന്ന ലൈറ്റിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാധവനും അക്ഷയും തമ്മിലുള്ള ആ ഒരു കൺഫ്രണ്ടേഷനൊക്കെ നല്ലതാണ്. അവർ തമ്മിലുള്ള കൺഫ്രണ്ടേഷൻ്റെ ആ ഒരു റീസണൊക്കെ അത്ര സ്റ്റേബിൾ, അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര സോളിഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. It was good. I mean, it was a good movie with Akshay Kumar and Kesari 1 also was good, and it was an interesting movie. I think people should see such movies and think what is the history of India and understand. It was good, overall a good. Oh, both of them are good. I mean, both of them are versatile actors. Madhavan and Akshay Kumar equally good. So yeah, they were good. Even Ananya was good. She was good. I mean, I think she got a good role this time. I mean, overall it was good. All the actors were good in this movie. നല്ല മൂവിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ദിവസം. അതെ, ശരിക്കും ആ ബ്രിട്ടീഷ് നമ്മളെ ഇന്ത്യക്കാരോട് ചെയ്തിരിക്കുന്നതിൻ്റെ അത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. റിയലി അഭിനയം നല്ല, അക്ഷയകുമാറും നല്ലതായിരുന്നു, മാധവനും നല്ലതായിരുന്നു.